ഇന്ന് നമ്മൾ പറയുന്നത് അയണിനെ കുറിച്ചാണ്. ഒരു കുട്ടിക്ക് അയൺ കൊടുക്കേണ്ടതുണ്ടോ, ഏത് പ്രായത്തിലാണ് അയൺ ഡ്രോപ്സ് കൊടുക്കേണ്ടത്, എത്ര കാലം കൊടുക്കണം, എത്ര ഡോസ് കൊടുക്കണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ഡിസ്കഷനോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ പാരന്റിങ് ജേണിയുടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. അപ്പോൾ ആദ്യം അയൺ, എന്തിനാണ് ഈ അയൺ കൊടുക്കുന്നത്? കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ആവശ്യമുള്ള ഒരു മൂലകമാണ് അയൺ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അയൺ ആവശ്യമാണ്. ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഉണ്ടാവാൻ അയൺ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ അയൺ ആ കുട്ടിയുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഒന്ന് അനീമിയ, വിളർച്ച, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്, ചെറിയ രീതിയിലുള്ള ഡിലേ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇങ്ങനെ അയണിൻ്റെ അളവ് കുറഞ്ഞ് അനീമിയ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല്, കരയുമ്പോൾ ശ്വാസം പിടിച്ച് വെക്കുക, അതുപോലെ പനി വരുമ്പോൾ അപസ്മാരം വരിക, ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അയൺ വളരെ അത്യാവശ്യമുള്ള ഒരു മൂലകമാണെന്നും അത് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ പല അസുഖങ്ങൾ ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്ത് അറിയാം, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അയൺ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്ന് തൊട്ടാണ് എൻ്റെ കുട്ടിക്ക് അയൺ കൊടുത്തു തുടങ്ങേണ്ടത്? അവിടെ നമ്മൾ കുട്ടികളെ രണ്ടായി തരംതിരിക്കുക. ഒന്ന്, പ്രീ ടേമായി ലോ ബർത്ത് വെയിറ്റ് ആയി ജനിക്കുന്ന കുട്ടിയും ടേമായി പ്രായം തികഞ്ഞ് ഒരു 2.5 കിലോക്ക് മുകളിൽ പ്രായത്തോടു കൂടി ജനിക്കുന്ന കുഞ്ഞിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. അതിൽ പ്രീ ടേമായി ബർത്ത് വെയിറ്റ് കുറവുള്ള കുട്ടികളെ സംബന്ധിച്ച് പല ഡോക്ടർമാരും ജനിച്ച അന്ന് തൊട്ട് അയൺ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കുട്ടിക്കുഞ്ഞ് അങ്ങനെ ഒരു കാറ്റഗറി പെടുന്ന കുട്ടിയാണ് നിങ്ങളെ കുഞ്ഞ്, ഇതുവരെ അയൺ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറോട് സംസാരിക്കുക, വേണോ വേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവർ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഇവിടുത്തെ ഗ്രൂപ്പ് ആരാ? ടേമായി പ്രായം 2.5 കിലോക്ക് മുകളിൽ തൂക്കത്തോടു കൂടി ജനിക്കുന്ന കുട്ടിക്ക്, അങ്ങനത്തെ കുട്ടികൾക്ക് ഏകദേശം ഒരു 6 മാസം ആകുമ്പോൾ തുടങ്ങിയാലും മതി. ജനിച്ച ഉടനെ കൊടുക്കണം നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം ആവുന്ന സമയത്തെങ്കിലും കൊടുത്തു തുടങ്ങുക. അപ്പം എന്ത് മനസ്സിലായി? 6 മാസമാണ് മിക്ക കുട്ടികൾക്കും അയൺ തുടങ്ങാൻ പറ്റിയ സമയം എന്ന് മനസ്സിലായി. ഇനി 6 മാസം ആകുമ്പോൾ എങ്ങനെ കൊടുക്കണം? അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ വീണ്ടും രണ്ടായി തരംതിരിക്കും. ഒന്ന്, അനീമിയ ഉള്ള കുട്ടികളും അനീമിയ ഇല്ലാത്ത കുട്ടികളും. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ രീതിയിലുള്ള കുട്ടികൾ, അതിനാണ് അനീമിയ എന്ന് പറയുക. അപ്പം നിങ്ങളുടെ ഒരു 6 മാസത്തിന് ശേഷം നിങ്ങളെ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ ഹീമോഗ്ലോബിൻ ലെവല് ആ ഡോക്ടറോടൊന്ന് പരിശോധിക്കാൻ പറയാം. അത് ഡോക്ടർക്ക് നേരിട്ട് കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ പലപ്പോഴും മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ IAP പറയുന്നത് പ്രകാരം ഒരു 9 മാസമൊക്കെ ആവുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അനീമിയ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് IAP പറയുന്നത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റും ഡോക്ടറെ കണ്ട് പരിശോധിച്ചതിന് ശേഷവും ഈ കുട്ടിയെ ഈ 2 ഗ്രൂപ്പിൽ അതിലൊരു ഗ്രൂപ്പിലോട്ട് പെടുത്തുക. അനീമിയ ഉള്ള ഗ്രൂപ്പ്, അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങളെ കുഞ്ഞിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് 11 താഴെ അല്ലെങ്കിൽ 10.5 താഴെയാണെങ്കിൽ നമ്മൾ അനീമിയ ഉണ്ടെന്ന് പറയും. 10.5 അല്ലെങ്കിൽ 11 മേലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയും. ഇതിൽ അനീമിയ ഉള്ള ഗ്രൂപ്പിൽ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറാണ് ആ കുട്ടിക്ക് അയൺ തെറാപ്പി തുടങ്ങേണ്ടത്. അവിടെ പ്രത്യേക ഡോസാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് കുഞ്ഞിനെ കണ്ട് ഒരു ഡോക്ടർ നിശ്ചയിക്കേണ്ട ഡോസാണ് അനീമിയ ഉള്ള കുട്ടികൾക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ 3 മാസം തുടർച്ചയായി അയൺ സിറപ്പ് കൊടുക്കും എല്ലാ ദിവസവും. എന്നിട്ട് അതിൽ ഓരോ മാസം കൂടുമ്പോഴും ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് അനീമിയ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് നോർമലാവും. അതോടുകൂടി ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളും ഈ ഗ്രൂപ്പിലോട്ടാവും, അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിലോട്ടായി. കാരണം നമ്മൾ ആ അനീമിയ ചികിത്സിച്ച് മാറ്റിയല്ലോ. ഇനി നമുക്ക് നിങ്ങളെ കുട്ടി അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 മാസം തൊട്ട് എങ്ങനെ അയൺ കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നമ്മൾ അയൺ കൊടുക്കുന്നത് എന്തിനാ? ഇനി അനീമിയ വരാതിരിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികൾക്ക് എങ്ങനെ അയൺ കൊടുക്കാൻ നോക്കാം. അങ്ങനെ അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികൾക്ക് അയൺ കൊടുക്കാനുള്ള ഡോസ് നമ്മൾ ഏത് പ്രകാരമാണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു പ്രോഗ്രാം പ്രകാരമാണ് അതിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാം. ആ ദേശീയ പ്രോഗ്രാമിലാണ് അയണിൻ്റെ ഡോസ് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം പ്രകാരം അനീമിയ ഇല്ലാത്ത എല്ലാ കുട്ടികൾക്കും 6 മാസം തൊട്ട് 18 വയസ്സ് വരെ അയൺ കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഓരോ വയസ്സിലും ഓരോ ഡോസാണ്. അപ്പോൾ 6 മാസം തൊട്ട് 5 വയസ്സ് വരെ കൊടുക്കേണ്ട ഡോസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 തവണ മാത്രം അയൺ കൊടുത്താൽ മതി. എത്രയാണ് ഡോസ്? 20 മില്ലിഗ്രാമാണ്. 20 മില്ലിഗ്രാം അത്രയും മനസ്സിലാക്കുക. അതെങ്ങനെ കൊടുക്കാമെന്നുള്ള ഞാൻ പറയാം. മനസ്സിലായല്ലോ. ഇനി
5 വയസ്സിന് ശേഷം തൊട്ട് ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ അയൺ കൊടുക്കേണ്ടത് 45 മില്ലിഗ്രാം ആഴ്ചയിൽ ഒരു തവണയാണ്. ഇനി 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ അയൺ കൊടുക്കേണ്ടത് 60 മില്ലിഗ്രാം ആഴ്ചയിൽ ഒരു തവണയാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ആദ്യത്തെ ഗ്രൂപ്പിലോട്ട് വരാം. അവിടെയാണ് ഏറ്റവും സംശയം ഉണ്ടാവുക. 6 മാസം തൊട്ട് 5 വയസ്സ് വരെ അവിടെ കൊടുക്കേണ്ട ഡോസ് 20 മില്ലിഗ്രാം അയണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അയണ് 2 രൂപത്തിൽ ലഭ്യമാണ്, സിറപ്പ് രൂപത്തിലും ടാബ്ലറ്റ് ഡ്രോപ്പ് രൂപത്തിലും. മിക്ക സിറപ്പുകളിലും ഉള്ളത് 5 ml കണ്ടെയ്ൻ 30 മില്ലിഗ്രാം അയണാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് 5 വയസ്സ് വരെ എത്രയാണ് വേണ്ടത്? 20 ആണ് വേണ്ടത്. ഈ മിക്ക സിറപ്പുകളും കണ്ടെയ്ൻ 5 ml 30 മില്ലിഗ്രാം അല്ലേ? അപ്പോൾ ഒരു 3.5 ml ഒക്കെ കൊടുത്താൽ ആ കുട്ടിക്ക് ഒരു 20 മില്ലിഗ്രാം കിട്ടുമല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു 3.5 ml ആ കുട്ടിക്ക് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സിറപ്പിൽ ഈച്ച് 5 ml കണ്ടെയ്ൻ 30 മില്ലിഗ്രാം എന്നാണ് എഴുതിയിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സിറപ്പുകൾ 3.5 വെച്ചിട്ട് ആഴ്ചയിൽ 2 തവണ കൊടുക്കാം. മനസ്സിലായല്ലോ? ക്ലിയർ ആയി. ഇനി നിങ്ങൾ വാങ്ങുന്ന ഡ്രോപ്പ് ആണെങ്കിലോ, മിക്ക ഡ്രോപ്പിലും 1 ml കണ്ടെയ്ൻ 10 മില്ലിഗ്രാം ആണ്. ഈ കുട്ടിക്ക് എത്ര വേണ്ടത്? 20 മില്ലിഗ്രാം അല്ലേ? അപ്പോൾ കൊടുക്കുക ആഴ്ചയിൽ 2 തവണ. ക്ലിയർ ആയല്ലോ? ആ 2 ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു തിങ്കൾ, വ്യാഴം അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. ആ 2 ദിവസത്തിൽ ഒരു തവണ മാത്രമായിട്ട് കൊടുക്കുക. തിങ്കളാഴ്ച ഒരു തവണ കൊടുക്കുക, വ്യാഴാഴ്ച ഒരു തവണ കൊടുക്കുക. അതങ്ങനെ തുടർന്ന് പോവുക കുട്ടിക്ക് 5 വയസ്സുണ്ടാവുന്നത് വരെ. ഓക്കെ ആണല്ലോ? 5 വയസ്സിന് മുകളിലോട്ട് 45 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ PHCയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെടുത്ത് തരും. 10 വയസ്സിന് മുകളിലാണെങ്കിൽ 60 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിലെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 5 വയസ്സ് വരെയാണ് നിങ്ങൾ പാരൻസ് സിറപ്പ് ഡ്രോപ്പ് രൂപത്തിൽ കൊടുക്കേണ്ടത്. അത് മുതിർന്ന കുട്ടിയൊക്കെയാണെങ്കിൽ, 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയൊക്കെയാണെങ്കിൽ സിറപ്പാണ് ഏറ്റവും നല്ലത്. കാരണം ഡ്രോപ്പ് ഒരുപാട് വാങ്ങേണ്ടി വരും. സിറപ്പ് ആകുമ്പോൾ ഒരു 60 ml സിറപ്പൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് അധികം കാലം നിൽക്കുമല്ലോ. ഓക്കെ, അത്രയും മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡോസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ പറയാം. ഒരു കുട്ടിക്ക് ജനിച്ച അന്ന് കൊടുക്കണോ 6 മാസത്തിൽ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ തൂക്കവും ആ കുട്ടി പ്രീ ടേം ആണോ അല്ലേ എന്നനുസരിച്ചാണ്. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് 6 മാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അയൺ കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അയൺ ഏത് സമയം ഏത് ഡോസിൽ, ഡെയിലി ഡോസ് വേണോ അതോ ആഴ്ചയിൽ 2 തവണയുള്ള ഡോസ് വേണോ എന്ന് തീരുമാനിക്കണം. എങ്ങനെയാണ്? കുഞ്ഞിൻ്റെ ഹീമോഗ്ലോബിൻ നോക്കിയിട്ട് കുഞ്ഞ് അനീമിക് ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടാണ്. ഇനി നിങ്ങളെ കുട്ടി അനീമിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ആ അനീമിയയുടെ ചികിത്സ 3 മാസം തുടർച്ചയായി എല്ലാ ദിവസവും അയൺ എടുക്കും. അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഗ്രൂപ്പിലോട്ട് മാറും, അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിലോട്ട് മാറും. അപ്പോൾ അനീമിയ ഇല്ലാത്ത ഗ്രൂപ്പിൽ എങ്ങനെ കൊടുക്കുന്നത്? കുട്ടിക്ക് 6 മാസം ആയ അന്ന് തൊട്ട് 5 വയസ്സ് വരെ ആഴ്ചയിൽ 2 തവണയും 5 വയസ്സിന് ശേഷം മുകളിലോട്ട് ആഴ്ചയിൽ 1 തവണയാണ് കൊടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, ഇനി മുമ്പോട്ട് പോകാമല്ലോ. ഇനി നമ്മൾ മുമ്പോട്ട് പറയുന്നത് ഈ അയൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഏത് അയൺ വാങ്ങുമ്പോഴും അതിൽ ഫോളിക് ആസിഡും കൂടി അടങ്ങിയ അയൺ സിറപ്പ് ഡ്രോപ്പ് ടാബ്ലറ്റ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം ചോദിച്ചു വാങ്ങണം. ഫാർമസി പോവുക, അയണിൻ്റെ സിറപ്പ് ചോദിക്കുക, കൂടെ പറയുക അതിൽ ഫോളിക് ആസിഡും കൂടി അടങ്ങിയ സിറപ്പ് വേണം. കാരണം ഈ അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാം പ്രകാരം അയണിൻ്റെ കൂടെ കൊടുക്കാൻ പറയുന്ന മറ്റൊരു സപ്ലിമെൻ്റ് ആണ് ഫോളിക് ആസിഡ്. അപ്പോൾ അതും കൂടെ വേണം. കാരണം എന്നാൽ മാത്രമാണ് ഈ അയൺ പോയി കുട്ടികളുടെ ശരീരത്തിൽ രക്തം ഉണ്ടാവുകയുള്ളൂ. ഫോളിക് ആസിഡ് കൂടെ വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഫോളിക് ആസിഡ് ഉള്ള അയൺ ഡ്രോപ്പ്, അയൺ സിറപ്പ് ചോദിച്ച് വാങ്ങുക. രണ്ടാമത്തെ കാര്യം, ഈ അയൺ എപ്പോഴാണ് എടുക്കേണ്ടത്? ഈ അയൺ എടുക്കേണ്ടത് ഏറ്റവും നല്ലത് എംപ്റ്റി സ്റ്റൊമക്ക്, കാല് വയറ്റിൽ അയൺ എടുത്താലാണ് ഏറ്റവും കൂടുതൽ അയൺ ശരീരത്തിലോട്ട് എത്തുക. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയർ അപ്സെറ്റ് ആവും, വയറിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഓക്കാനം, അങ്ങനത്തെ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് ഒരു കുഞ്ഞ് ഫുഡ് കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷമാണ് ഒരു അയൺ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതും രാത്രി സമയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ അസ്വസ്ഥത കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയൺ കൊടുക്കേണ്ടത് ഭക്ഷണം കഴിച്ച് 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷമാണ്, ഭക്ഷണത്തിനോടൊപ്പമല്ല. അത് രാത്രി ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ രാത്രിക്കത്തെ ഡിന്നർ ഒരു 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 9-10 മണി ആവുന്ന സമയത്ത് ഒരു അയൺ ഡ്രോപ്പ് കൊടുത്ത് കുഞ്ഞിനെ കിടത്തുക. അതാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്. അതിനർത്ഥം രാത്രി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നല്ല, മറിച്ച് രാത്രിയാണ് കുറച്ചുകൂടെ നല്ലത്.
അത് മനസ്സിലായി. ഇനി അയൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അയൺ ചില ഫുഡിൻ്റെ കൂടെ ചില മരുന്നിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല. ഏതൊക്കെയാണ്? പാലുൽപ്പന്നങ്ങൾ അതിൻ്റെ കൂടെ കൊടുക്കരുത്. അത് കുടിച്ച കൂടെ എപ്പോഴും ഫുഡ് കഴിച്ചിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കണം നല്ലത്. ഇനി ഒരിക്കലും ഫുഡിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ലാത്ത ഫുഡുകളാണ്. ഇനി അഥവാ നിങ്ങൾ ഫുഡിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കൂടെ കൊടുക്കാൻ പാടില്ലാത്ത ഫുഡുകളാണ്. ഒന്ന് പാലുൽപ്പന്നങ്ങൾ. എന്തുകൊണ്ടാണ്? അത് അയണിൻ്റെ അബ്സോർപ്ഷൻ കുറക്കും. ചില മരുന്നുകൾ ഏതാണ്? കാൽസ്യം സിറപ്പ്. അപ്പോൾ അയണും കാൽസ്യവും ഒരുമിച്ച് കൊടുക്കരുത്. ഇപ്പോൾ ചില കുട്ടികൾ കാൽസ്യത്തിൻ്റെ സിറപ്പ് കഴിക്കുന്നവരുണ്ടാവും, മൾട്ടിവൈറ്റമിൻ കഴിക്കുന്നവരുണ്ടാവും. അതിൽ ചിലപ്പോൾ കാൽസ്യമുള്ള സിറപ്പുകളാണെങ്കിൽ, എല്ലാ മൾട്ടിവൈറ്റമിനും കാൽസ്യം ഇല്ലാതെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ സിറപ്പ് കഴിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ കാൽസ്യവും അയണും ഒരുമിച്ച് കൊടുക്കരുത്, രണ്ട് സമയങ്ങളായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ കാൽസ്യം, ഇതിൻ്റെ കൂടെ ഒരുമിച്ച് അയൺ കൊടുക്കരുത്. ഇനി അടുത്ത ചോദ്യമാണ്, ഡോക്ടർ ഈ അയൺ ഇങ്ങനെ കുറേ കാലം കൊടുക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട്. അത് അയണിന് ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞ ഡോസ് പ്രകാരം, ഈ നമ്മുടെ റെക്കമെൻഡേഷൻസിൽ പറഞ്ഞ ഡോസ് പ്രകാരം കൃത്യമായ അളവിൽ കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല. വളരെ ചെറിയ സൈഡ് എഫക്റ്റ് ചില കുട്ടികൾക്ക് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, പല്ലിന് കളർ വരും. അപ്പോൾ പല്ലിന് കളർ വരുന്ന കുട്ടിക്ക് പല്ലിന് കളർ വരാതിരിക്കാനുള്ള കാര്യം എന്താണ്? ഡ്രോപ്പിലായിട്ട് നേരെ നാക്കിലോട്ട് ഇറ്റിച്ചു കൊടുക്കുക, അധികം ഇവിടെ ആക്കാതെ. അത് ഈ കളർ ഇല്ലാണ്ടിരിക്കാൻ സഹായിക്കും. 2, വയറുവേദന, വയറ് അപ്സെറ്റ് ആവുക. അതില്ലാതിരിക്കാനുള്ള വഴിയാണ് ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷം കൊടുക്കുക. അതോടൊപ്പം രാത്രി കൊടുത്താൽ കുറച്ചൊരു വയറ് അപ്സെറ്റ് ആ ഒരു പ്രോബ്ലം കുറയും എന്ന് പറയുന്നുണ്ട്. 3ാമത്തെ കാര്യം, അയൺ കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് മലത്തിൽ ഒരു ബ്ലാക്ക് കളറാവും. പ്രശ്നമുള്ള കാര്യമില്ല, ഓക്കെയാണ്. അതൊരു പേടിക്കേണ്ട ഒന്നല്ല. ബ്ലാക്ക് മലം വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് കണ്ട് അത് മലത്തിൽ ഈ അയൺ കൊണ്ട് തന്നെയാണോ അല്ലെന്ന് ഉറപ്പ് വരുത്തുക, അത്രേ ഉള്ളൂ. 4ാമത്തെ കാര്യം, കോൺസ്റ്റിപ്പേഷൻ. ചില കുട്ടികൾക്ക് മലബന്ധം വരും. അപ്പോൾ അങ്ങനെ മലബന്ധം വരികയാണെങ്കിൽ ചില ഡോസ് മിസ്സാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിലൊരു സൊല്യൂഷൻ കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 സൈഡ് എഫക്റ്റുകളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അല്ലാണ്ട് വലിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന, വലിയൊരു ഡേഞ്ചർ ഉണ്ടാക്കുന്ന മരുന്നല്ല അയൺ. കൃത്യമാണല്ലോ. അപ്പോൾ ഈ അയൺ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ഒരു മൂലകം, അത് അയൺ മാത്രം, ആ മൂലകം മാത്രമാക്കി ഒരു സിറപ്പാക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം നമ്മൾ പ്രത്യേകം കൊടുക്കണം. ആ മരുന്നായിരുന്നു കാണേണ്ട ആവശ്യമില്ല. അത് ദീർഘകാലം കൊടുക്കുന്നത് എന്തോ വലിയ പ്രശ്നമാണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാം പ്രകാരം കൊടുക്കാൻ പറയുന്ന ഒന്നാണ്. കൃത്യമാണല്ലോ. അപ്പം ഇനി ഇത്രയും പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ അളവ് കൂട്ടാനുള്ള, കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ അയണിൻ്റെ അളവ് കൂട്ടാനുള്ള അയൺ സിറപ്പിനെ കുറിച്ചാണ്. ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ അയൺ മാത്രം കൊടുത്താൽ പോരാ, അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. എന്തൊക്കെയാണ് അത്? നമ്മൾ ചെറുപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ രാഗി നല്ല ഒരു അയൺ റിച്ച് സോഴ്സാണ്. അതുപോലെ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, അത് ഈ അയൺ നമുക്ക് 2ആക്കി തരംതിരിക്കാം. പച്ചക്കറിയിലുള്ള അയണും നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലുള്ള അയൺ. അതിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലുള്ള അയണാണ് നമ്മുടെ ശരീരം ഏറ്റവും നന്നായി എടുക്കുക. അതുകൊണ്ട് നോൺ വെജ് നിങ്ങളെ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ തുടങ്ങുക. അതുപോലെ ലിവർ പോലത്തെ സാധനങ്ങൾ. പല പാരൻസും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ലിവർ എന്ന് പറഞ്ഞാൽ ഒരു ഈ മൃഗങ്ങളൊക്കെ അവരെ ടോക്സിൻ വെക്കുന്ന സ്ഥലം, അതൊന്നും അല്ല. കുഞ്ഞുങ്ങൾക്ക് മൃഗങ്ങളുടെ ലിവർ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പം ബീഫിൻ്റെ ആയാലും ശരി, ചിക്കൻ്റെ ആയാലും ലിവർ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, അയണ് ഏതൊക്കെ ഫുഡിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്, അത് ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ചാൽ ആ ഫുഡ് നിങ്ങൾക്ക് നിങ്ങൾ കുഞ്ഞിന് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് എന്ത് മനസ്സിലായി? കുട്ടികൾക്ക് അയൺ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് മരുന്ന് രൂപത്തിലും കൊടുക്കണം, സിറപ്പ് രൂപത്തിലും കൊടുക്കണം, ഫുഡ് രൂപത്തിലും കൊടുക്കണം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മരുന്ന് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് എന്ന് മനസ്സിലായി. സിറപ്പ് കൊടുക്കേണ്ടത് ഈ ഫുഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ചാർട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ. അപ്പം അനീമിയ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങൾ ക്ലിയർ ആക്കുക. ഇനി അനീമിയ ഇല്ലാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ഡോസ് 5 ദിവസം, 5 ദിവസത്തിന് ശേഷം ആഴ്ചയിൽ 1 തവണ. ഇനി 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഞാൻ അധികമായി പറഞ്ഞിട്ടില്ല, കാരണം അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. 45 മില്ലിഗ്രാമിൻ്റെയും 60 മില്ലിഗ്രാമിൻ്റെയും സെപ്പറേറ്റ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങാൻ കിട്ടും. അത് അല്ലെങ്കിൽ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി ചോദിച്ചാൽ അവരെടുത്ത് തരും. അത് ആഴ്ചയിൽ 1 തവണ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ അയൺ മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ അയൺ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയൺ കിട്ടും, നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂടും. പക്ഷേ ഈ രക്തത്തിൻ്റെ നമ്മളറിയാതെ നമ്മളെ ശരീരത്തിലോട്ട് പുറത്തോട്ട് കളയുന്ന ഒരാൾക്കാരുണ്ട്. ആരാന്നറിയോ? നമ്മുടെ ശരീരത്തിനകത്തുള്ള കൃമി,
അതുകൊണ്ടാണ് അയൺ തെറാപ്പി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കലും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഈ അയൺ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന രക്തം നമ്മൾ അറിയാണ്ട് നമ്മളെ വയറ്റിലൂടെ ഈ വിരകൾ കുടിക്കും. അതുപോലെ അവർ പോയി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഊർന്ന് മലത്തിലൂടെ പോകും. അപ്പോൾ അയൺ മാത്രം കൊടുത്താൽ പോരാ, കൂടെ വിരയുടെ മരുന്ന് കൂടെ കുടിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിരയുടെ മരുന്ന് എങ്ങനെ കൊടുക്കാം, എപ്പോൾ കൊടുക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അതാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾ താഴെ പറയണം. എന്നാൽ മാത്രമാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തണോ അതോ ഇങ്ങനെ പറഞ്ഞാൽ മതിയൊന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയണേ. അതോടൊപ്പം തന്നെ സംശയങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ അയണിനെ കുറിച്ചൊരു ഐഡിയ, പൂർണ്ണമായ ഒരു ഐഡിയ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാൽ എനിക്ക് അതനുസരിച്ച് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാമായിരുന്നു.